അന്നൊക്കെ നമ്മുടെ ഈ കൺമഷിയും കുപ്പിവെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ ഇഷ്ടമുണ്ടായിരുന്നു. നിറത്തിന്റെ പേരിലൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇതിനെ എന്തിനാ പിടിച്ച് ഫ്രണ്ടിനകത്ത് ഇതിനെയൊക്കെ പിടിച്ച് ബാക്കിലിട്ടത്, ബാക്കിയുള്ള കുട്ടികളെ കണ്ണ് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് പിടിച്ച് ദൃഷ്ടി തട്ടാതിരിക്കാൻ. ഞാനൊരു ട്രാൻസ് വുമണായി ജീവിക്കേണ്ടിവർ ഇനിയുള്ള കാലം ജീവിച്ചാൽ മതി എന്നൊരു ഉറച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവും. ആ ഒരു നിമിഷം എപ്പോഴായിരുന്നു? അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് നമ്മളിപ്പോ പെട്ടെന്ന് ഒരു ആൺകുട്ടിയായിരിക്കുന്ന ഒരാള് പെണ്ണായിട്ട് മാറുന്ന സമയത്ത്, ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ദുരനുഭവം, ജീവിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും സെക്സ് വർക്ക് ചെയ്യേണ്ടി വന്നു? സിനി സോൾമേറ്റ്സിൻ്റെ ടോക്ക് വിത്ത് സമ്മൺ സ്പെഷ്യൽ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ കൂടെ ഇന്നുള്ളത് വൈതരണി ലക്ഷ്മിയാണ്. വൈതരണി ലക്ഷ്മി, സ്വാഗതം. അപ്പോൾ നമുക്ക് വൈതരണി ലക്ഷ്മിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. വൈതരണി ലക്ഷ്മി വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പേരാണ്. എങ്ങനെയാണ് ഈ പേര് കണ്ടെത്തിയത്? വൈതരണി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നദിയാണ്. നദി എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലുള്ള നദിയല്ല, പാതാള നദിയാണ്. പാതാള നദി എന്ന് പറയുമ്പോഴത്തേക്ക് അത് മരിച്ച് ഒരാൾ സ്വർഗത്തിലോ നരകത്തിലോ പോകാൻ വേണ്ടിയിട്ട് ആവുന്ന സമയത്ത് ആ നദിയിൽ കുളിച്ചാണ് ഞാനാണ് വിചാരിക്കേണ്ടത്, അതായത് നദി ആണ് വിചാരിക്കേണ്ടത് ഇയാളെ സ്വർഗത്തിൽ പോകണം നരകത്തിൽ പോകണം. അങ്ങനെ അത് കേട്ടിട്ട് ഇൻസ്പയർ ആയിട്ട് ഞാൻ അഡോപ്റ്റ് ചെയ്ത പേരാണ് വൈതരണി. പിന്നീട് അതിൽ ലക്ഷ്മി കൂടി ആഡ് ചെയ്യുന്നത് എൻ്റെ നക്ഷത്രം പുണർദമാണ്. പുണർദ നക്ഷത്രത്തിലാണ് ഞാൻ ജനിച്ചത്. അപ്പോഴത്തേക്കും ശ്രീരാമൻ്റെ നാളാണ്. അതിനാൽ ഞാനത് ഒരു മഹാവിഷ്ണുവിൻ്റെ അവതാരം ആയതുകൊണ്ട് ലക്ഷ്മി ദേവിയെ കൂടി അഡോപ്റ്റ് ചെയ്ത് ഞാനൊരു വൈതരണി ലക്ഷ്മിയായി മാറി. സാധാരണഗതിയിൽ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ ഉള്ള ആൾക്കാർക്കുള്ള പേരുകൾ ഭയങ്കര വ്യത്യസ്തമാണ്. അപ്പോൾ ഇതിൽ ഈ പേരിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ട്? ഇമ്പോർട്ടൻസ് അവരവരുടെ ചൂസ് ചെയ്യുന്നതാണ്, ചോയ്സാണ് അവരുടെ. ഇഷ്ടമുള്ള പേരുകൾ എവിടെന്നെങ്കിലും കേൾക്കുന്നതാവാം, അല്ലെങ്കിൽ ഇതുപോലെ പലരും പറയുന്ന പേരുകളാവാം. പിന്നെ അവർ ഇഷ്ടത്തോടെ എടുക്കുന്ന കുറേ കാര്യങ്ങളാണ്. കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും ഇട്ട പേര് അപ്പോൾ എപ്പോഴെങ്കിലും അത് ചേഞ്ച് ചെയ്യണമെന്നോ, അല്ലെങ്കിൽ എൻ്റെ പേര് ഇങ്ങനെയല്ല, അല്ല ഇതായിരിക്കും നല്ലത് എന്നെങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അച്ഛനമ്മ ഇട്ട പേര് എനിക്കിഷ്ടമാണ്. അതിനർത്ഥം തന്നെ സന്തോഷമുള്ളത് എന്നാണ്. പക്ഷെ എനിക്ക് ഒത്തിരി ദുഃഖങ്ങൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ പേരിൽ എന്താ സന്തോഷം എന്ന് തന്നെയാണ് അതിൻ്റെ മീനിങ് പറയുന്നത്. പക്ഷെ എനിക്കത് കുറേ സങ്കടങ്ങളുടെ കൂടിയാണ് ഞാൻ അതിൽ നിന്ന് പുറത്തോട്ട് വന്നില്ല. സങ്കടങ്ങൾ ഇപ്പോഴും ഓൺ ഗോയിങ് ആണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന സമയത്ത് വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും ഇട്ട പേരിൽ എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല, ഇപ്പോഴും ഇല്ല. പക്ഷേ ഞാനൊരു ട്രാൻസിഷനൊക്കെ കഴിഞ്ഞപ്പോൾ അത് എന്നെ ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിനാൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചൂസ് ചെയ്ത പേരാണ് വൈതരണി ലക്ഷ്മി. എന്തായാലും ഞാൻ ലക്ഷ്മി എന്ന് വിളിക്കാൻ പോവാണ്, കുഴപ്പമില്ലല്ലോ? സന്തോഷം. ലക്ഷ്മിയുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു? കുട്ടിക്കാലം എന്ന് പറയുന്നത് എനിക്കൊരു ഇഷ്ടമുള്ള ഇത് തന്നെയായിരുന്നു. എനിക്കങ്ങനെ ഒത്തിരി പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളോ പേടിപ്പിക്കുന്ന കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ എനിക്ക് കൂടുതലും കുട്ടിക്കാലത്ത് കുട്ടികളായിട്ട് പെൺകുട്ടികളായിരുന്നു ഫ്രണ്ട്സ് കൂടുതൽ. അങ്ങനെ എനിക്ക് പേര് എടുത്ത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇൻ കേസ് അവരുടെ പേര് പറയുമ്പോഴത്തേക്ക് അവർക്കൊരു ഇഷ്ടക്കേടോ കേൾക്കുമ്പോഴത്തേക്ക് ഇഷ്ടക്കേടോ എന്തെങ്കിലും തോന്നുവാണെങ്കിലും അതുകൊണ്ട് ഞാനിപ്പം പേരൊന്നും പറയുന്നില്ല. എനിക്ക് 2-3 പെൺകുട്ടികളായിട്ടായിരുന്നു കൂടുതൽ എൻ്റെ കുട്ടിക്കാലം കൂടുതൽ. സ്കൂളിലാണെങ്കിലും എനിക്ക് എൻ്റെ കൂടെ വരുന്ന കുട്ടികളും ഒക്കെ, എൻ്റെ അനിയനും ഒക്കെ കൂടെ പോകുമെങ്കിലും ഞാൻ കൂടുതലും ചൂസ് ചെയ്തിരുന്നത് എൻ്റെ സഹപാഠികൾ പെൺകുട്ടികളായിരുന്നു. അങ്ങനെയായിരുന്നു ക്ലാസ്സിൽ പോകുന്നതും ട്യൂഷൻ ക്ലാസ്സിലും ഒക്കെ കൂടുതലും പെൺകുട്ടികൾ തന്നെയായിരുന്നു. അന്നൊക്കെ നമ്മുടെ ഈ കൺമഷിയും കുപ്പിവെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ ഇഷ്ടമുണ്ടായിരുന്നു? തീർച്ചയായിട്ടും. പണ്ട് എനിക്ക് എൻ്റെ 3ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് മനസ്സിലായ സിനിമ ആദ്യമായിട്ട് ഞാൻ ടി വിയിൽ കാണുന്ന സമയത്ത് അപ്പൂപ്പൻ്റെ വീട് ആകെ ഉള്ളത്
അപ്പൂപ്പൻ എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം അമ്മയുടെ അച്ഛനല്ല, അമ്മയുടെ ആം, അമ്മയുടെ അനിയത്തിയുടെ ആ അപ്പൂപ്പൻ്റെ വീട്ടിലായിരുന്നു. അപ്പൂപ്പൻ്റെ വീട്ടിൽ മാത്രമേ ആ ലൊക്കാലിറ്റിയിൽ തന്നെ ടി വി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് അവിടെ പോയിരുന്നു. ഞാൻ ഈ സിനിമ കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ആ നിറത്തിനോടും ഒക്കെ ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നിയത് ആ സമയത്തായിരുന്നു. ആ സമയത്ത് പിന്നെ വീട്ടിൽ വന്ന് പിന്നെ ഡാൻസിനോട് ഇഷ്ടമാണ്. ആ കുട്ടിക്കാലം തൊട്ട് തന്നെ എനിക്ക് ഡാൻസിനോട് ഇഷ്ടമായിരുന്നു. പിന്നെ അതൊക്കെ കണ്ടതിന് ശേഷമാണ് ഈ മുടിക്ക് പകരം തോർത്ത് കെട്ടി കളിക്കുക, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴാണ് തോന്നിയത് ഒരു പെണ്ണായി ജനിക്കേണ്ടതാണെന്ന്? അത് നമ്മൾ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒരു പുബേർട്ടി ടൈമുണ്ട്. ഒരു 14 ഇയേഴ്സ് 13 ഇയേഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു പുബേർട്ടി ടൈം വരുന്ന സമയത്ത് എനിക്കും ആ സമയത്ത് തന്നെയാണ് ഞാനൊരു ആൺകുട്ടിയെക്കാളും എനിക്ക് എൻ്റെ ശരീരം ഒരു പെൺകുട്ടിയായിരുന്നു എങ്കിൽ എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ചത് തന്നെ ആ സമയത്തായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തുടങ്ങിയതും ആ സമയത്ത് തന്നെയായിരുന്നു. നമ്മളുടെ സ്വത്വം കണ്ടുപിടിക്കുന്ന സമയം ഒരു 14 ഇയേഴ്സ് അല്ലെങ്കിൽ 13 ഇയേഴ്സ്, ആ ഒരു പുബേർട്ടി ടൈം. ഈ കുട്ടിക്കാലത്ത് നമ്മളെ ബോഡി ഷേമിങ് പോലത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആരടുത്തെന്നെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി പേരെടുത്തുന്നു. നമ്മൾ നടക്കുന്ന രീതി, സംസാരിക്കുന്ന ശൈലി ഒക്കെ കേൾക്കുമ്പോഴത്തേക്കും ഓരോരുത്തരും സാധാരണ നോർമലി ഒരു ആൺകുട്ടി സംസാരിക്കുമ്പോഴത്തേക്കും ഇല്ലാത്ത പല ചേഷ്ടകൾ നമ്മൾ കൈയാങ്ങി കാണിക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ ഇതാണ് മറ്റതാണെന്നൊക്കെ പറയുന്ന രീതിയിൽ പല പല വാക്കുകളും ഞാനിവിടെ അതൊന്നും എടുത്ത് സംസാരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ തന്നെ നമ്മളെക്കുറിച്ച് കൂടുതൽ ആ വാക്കുകൾ പറയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒത്തിരി സങ്കടം തോന്നിയിട്ടുള്ള വാക്കുകളാണ്. അപ്പം അത് വീണ്ടും നമ്മൾ ഓർക്കുന്നത് പോലും നമുക്ക് സങ്കടമാണ്. അപ്പോഴത്തേക്കും അത് ഞാൻ തന്നെ പറഞ്ഞ് ഞാൻ തന്നെ വിഷമിക്കുന്നതിനേക്കാളും നല്ലതല്ലേ നോർമലി പറയുന്നവർ പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് ബോഡി ഷേമിങ് ഒത്തിരി കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒരാളാണ്. അത് എൻ്റെ കുട്ടിക്കാലത്തിനേക്കാളും എനിക്ക് ഡാൻസ് ഫീൽഡിൽ വന്നപ്പോഴത്തേക്കാണ് ഞാൻ അനുഭവിച്ചത് കൂടുതൽ. മനസ്സിനെ ഒരുപാട് വിഷമിപ്പിച്ച ഏതെങ്കിലും ഒരു സംഭവം പറയാൻ പറ്റുമോ? എനിക്ക് എൻ്റെ ഡാൻസ് സമയത്തുള്ള കാര്യങ്ങൾ ഏറ്റവും മനസ്സിനെ വിഷമിപ്പിച്ച ഒരു സമയമായിരുന്നു. ഡാൻസ് നൃത്തം ഞങ്ങളൊരു എൻ്റെ ടീച്ചറിൻ്റെ അടുത്ത് പഠിക്കുന്ന സമയത്ത് പഠിച്ചു സ്റ്റേജിൽ കയറി അത്യാവശ്യം കളിക്കും. അങ്ങനെ ഭയങ്കര പെർഫെക്റ്റ് ഒന്നുമല്ല എങ്കിലും അത്യാവശ്യം ഒരു കലാവാസന നേരത്തെ ഉള്ളിലുള്ളത് കൊണ്ടും ആ ഒരു ശൈലിയിൽ ചെയ്തു പോകുന്നത് കൊണ്ടും പഠിപ്പിച്ച ഗുരു അത്രയും പെർഫെക്റ്റ് ആയതുകൊണ്ടും എനിക്ക് അത്രയും തരാൻ പറ്റുന്ന ഇത് തന്ന് ശീലിപ്പിച്ചത് കൊണ്ടും തന്നെ അത്രയും നീറ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു. പക്ഷെ അതിൻ്റെ നിറത്തിൻ്റെ പേരിലൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇതിനെ എന്തിനാ പിടിച്ച് ഫ്രണ്ടിൽ നിർത്തിയിരിക്കുന്നതിനെയൊക്കെ പിടിച്ച് ബാക്കിലിട്ടൂടെ, ബാക്കിയുള്ള കുട്ടികളെ താരതമ്യപ്പെടുത്തി അല്ല, അത് കറക്റ്റ് വാക്ക് ഞാൻ പറഞ്ഞില്ല. അത് എന്താ കണ്ണുവിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ പിടിച്ച് നിർത്തിയിരിക്കുന്നതാണെന്ന് ചോദിച്ചിട്ടുള്ള ദൃഷ്ടി തട്ടാതിരിക്കാൻ. അത് അങ്ങനെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇതിനെ പിടിച്ച് ഫ്രണ്ടിൽ നിർത്തിയിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഞാൻ കേട്ട് എനിക്കിങ്ങനെ സങ്കടം വന്നിട്ടുള്ള ദിവസങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അവരെ കൊണ്ട് തന്നെ ഞാൻ മാറ്റി പറയിപ്പിച്ചിട്ടുണ്ട് എൻ്റെ നൃത്തത്തിലൂടെ. എൻ്റെ ഗുരു തന്ന അത്രയും പ്രാക്ടീസിൻ്റെ കൂടെയും ഒക്കെ ഞാൻ അവരെ കൊണ്ട് അതിനെ തിരുത്തി പറയിപ്പിക്കാനുള്ള ഒരു നൃത്തം എനിക്ക് ചുവടുകൾ പറഞ്ഞു തന്നത് ഒക്കെ എൻ്റെ ടീച്ചറിൻ്റെ കഴിവ് തന്നെയാണ്. ടീച്ചറിൻ്റെ പേര് പറയാൻ ഞാനിവിടെ എനിക്കിഷ്ടക്കുറവായിട്ടല്ല, ടീച്ചറിൻ്റെ ഇഷ്ടക്കുറവായതുകൊണ്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ബോഡി ഷേമിങ് ഉണ്ടാവുന്ന സമയത്ത് എനിക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് എനിക്ക് സ്കൂളിൽ ഒരുപാട് ഷേമിങ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ ഷേമിങ് വരുന്ന സമയത്ത് എങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്ത് ഓവർകം ചെയ്തത്, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു സിറ്റുവേഷനെ എങ്ങനെ ഓവർകം ചെയ്തു? പെട്ടെന്ന് അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. എന്തെന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സാണ് ശരീരത്തിനെ എങ്ങനെ നിയന്ത്രിക്കുമെന്നുള്ള കാര്യങ്ങൾ പോലും ചിന്തിച്ചെടുക്കുന്നത്. ഒത്തിരി രാത്രികളിൽ പല രാത്രികളിലും കണ്ണീരോടെ ഒറ്റയ്ക്കിരുന്ന് രാത്രികളിൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണെങ്കിലും ഓരോ കാര്യങ്ങളിങ്ങനെ ബോഡി ഷേമിങ് ആണെങ്കിൽ പോലും ഇങ്ങനെ പറഞ്ഞ് ഒത്തിരി സങ്കടപ്പെട്ട് ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. അതിപ്പോഴും ആ കാര്യം ഓർക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരാം.
ഒത്തിരി സങ്കടങ്ങളുടെ കൂടെ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറേ സങ്കടങ്ങൾ വന്നിട്ടുണ്ട്. ഇത് അതെല്ലാം ഇതെല്ലാം ആരടുത്തെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോ അടുത്ത ആരടുത്തെങ്കിലും ഷെയർ ചെയ്യോ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യാൻ പറ്റിയത് എൻ്റെ ടീച്ചറായിരുന്നു. എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് ഞാനൊരു 85% കാര്യങ്ങൾ വരെ എൻ്റെ ടീച്ചറിനോട് ഞാൻ പറയാറുണ്ട്. ഞാൻ ഈ സർജറി കഴിഞ്ഞതിന് ശേഷമാണ് ടീച്ചർ എൻ്റെ അടുത്ത് സംസാരിക്കാറായി. സംസാരിക്കുന്ന കുറച്ച് മുമ്പ് വരെ സംസാരിക്കാതായത് ആ സമയത്ത്. അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ 85% കാര്യങ്ങളും എൻ്റെ ടീച്ചറിൻ്റെ അടുത്ത് ഞാൻ പറയാറുണ്ട്. അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചർ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഇത് ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, പറയുന്നവരെന്ത് വേണമെങ്കിലും പറയട്ടെ എന്നുള്ള. പക്ഷേ ആ ഒരാൾ തന്നെ ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോഴത്തേക്ക് എന്നെ മാറ്റി നിർത്തിയപ്പോഴത്തേക്ക് എനിക്ക് ആ സങ്കടങ്ങൾ വരെ എനിക്ക് പിന്നീടുള്ള രാത്രികളിൽ കരയാനുള്ള കാര്യങ്ങളായി. ഇപ്പൊ നമ്മള് കുട്ടിക്കാലത്ത് ആരെടുത്തെന്നെങ്കിലും മോശപ്പെട്ട രീതിയിൽ ഏതെങ്കിലും ഒരു പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇടപെടലോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അത് ഉണ്ട്. എനിക്ക് എന്താ പറയുന്നത്, നമ്മളിങ്ങനെ സംസാരിക്കുന്ന ശൈലികൾ കേട്ടിട്ടാണെങ്കിലും കുട്ടിക്കാലം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ അബ്യൂസസ് എന്ന് പറയുന്നത് ട്രാൻസ് വുമൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ട്രാൻസിന് വേണ്ടിയിട്ടോ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒക്കെ നേരിടുന്ന ഒരു കാര്യമാണ്. ആൺകുട്ടിയാണെങ്കിൽ പോലും നമ്മൾ വിചാരിക്കും ആൺകുട്ടികൾക്ക് വലിയ പ്രശ്നമില്ല, അവർ ബാക്കി ആരും അവരെ ഒന്നും ചൂസ് ചെയ്യത്തില്ല, നോക്കത്തില്ല, അബ്യൂസ് ചെയ്യത്തില്ല, സംസാരിക്കത്തില്ല, ചൂഷണങ്ങളുടെ അങ്ങനെയൊന്നും അല്ല. എല്ലാ പേരും ഓരോ കാര്യങ്ങളിൽ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. കുറച്ച് പേഴ്സണൽ കാര്യങ്ങളായതുകൊണ്ട് എനിക്കത് ഇവിടെ തുറന്ന് പറയാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഞാനൊരു ട്രാൻസ് വുമണായി ജീവിക്കേണ്ടി ഇനിയുള്ള കാലം ജീവിച്ചാൽ മതി എന്നൊരു ഉറച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവും. ആ ഒരു നിമിഷം എപ്പോഴായിരുന്നു? പിന്നെ അതുകൂടാതെ ആ ഒരു തീരുമാനം എടുത്തപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ടാവും ലൈഫിൽ. അപ്പം അതെന്തായിരുന്നു? ഞാൻ ട്രാൻസ് വുമനായിട്ട്, അതായത് സർജറി ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് 26 ഇയേഴ്സ് സർജറി ചെയ്തു. അത് നമുക്ക് ട്രാൻസ് ആവാൻ വേണ്ടിയിട്ട്, ആവാൻ മീൻസ് അങ്ങനെയല്ല, നമ്മളുടെ മനസ്സിൻ്റെ ഒരു ഇതാണ്. അതായത് ഓരോരുത്തരും ചൂസ് ചെയ്യുന്ന സമയം, പൈസ, സർജറി ചെയ്ത് ട്രാൻസ് വുമൺ ആവാൻ മാറണമെങ്കിൽ കുറച്ച് പൈസ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അത്യാവശ്യം നമുക്ക് കുറച്ചൊന്നുമല്ല, അത് കുറച്ച് അധികം വേണ്ടി വരുന്ന കുറച്ച് പ്രോസസ്സിലൂടെയാണ് നമ്മൾ ട്രാൻസ് വുമൺ ആയി മാറുന്നത്. അതിന് അത്യാവശ്യം ഏണിങ്സ് വേണം, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ നേരത്തെ ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി പൈസയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉള്ള ആളല്ല. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ഞാൻ ജീവിച്ച് തുടങ്ങിയത്. ഓക്കെ, പിന്നെ ഞാൻ ഏൺ ചെയ്തിട്ട് എൻ്റെ എനിക്ക് ട്രാൻസിഷൻ ചെയ്ത് സർജറി ചെയ്ത് പെണ്ണായി മാറണമെന്ന് ചിന്തിക്കാൻ തുടങ്ങിയത് ഒരു 26 ഇയേഴ്സിലൊക്കെയാണ്. പിന്നെ അതിനു മുമ്പ് വരെ ഇങ്ങനെയൊക്കെ തന്നെ പോയാൽ മതി, ഇങ്ങനെയൊക്കെ തന്നെ ജീവിച്ചാൽ മതി എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അതുവരെ അത് അത്രയും മനസ്സിന് അത്രയും സ്ട്രഗിൾ ചെയ്ത് പിടിച്ചു വെച്ചിരുന്നിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ ഞാനൊരു പെണ്ണായിട്ട് മാറണം, ഒരു ആണിൻ്റെ ശരീരത്തിൽ നിന്ന് പെണ്ണായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള ശസ്ത്രക്രിയകൾ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് 26 വയസ്സിൽ. ഓക്കെ, അതിന് നഷ്ടപ്പെടുത്തേണ്ടി വന്ന എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും? എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരാളായിരുന്നു എൻ്റെ ടീച്ചർ, എൻ്റെ ഡാൻസ് ടീച്ചർ. വേറൊരു ടീച്ചേഴ്സും ഉണ്ട്, ഒത്തിരി ഇഷ്ടമുള്ള കുറേ പേരുണ്ട്. പക്ഷെ അതൊരു അത്രയും വാല്യുബിളായിട്ടുള്ള ഒരു ആൾ തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. എനിക്ക് അത്രയും വാല്യുബിളായിട്ടുള്ള ആൾ തന്നെയാണ്. എന്ന് വെച്ചാൽ അത്രയും കഴിവുള്ള, അത്രയും ലെജൻഡായിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ അതിനു മുമ്പ് കണ്ടിട്ടുമില്ല, അതിന് ശേഷവും അതിന് ഇറങ്ങിയിട്ട് പോലും ഞാൻ കണ്ടിട്ടില്ല. അത്രയും വാല്യുബിളായിട്ടുള്ള ഒരാളാണ് എൻ്റെ ടീച്ചർ എനിക്ക്. ഇനി വേറെ ആരെന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും എനിക്ക് അത്രയും വാല്യുബിളായിട്ടുള്ള ഇപ്പം ഇപ്പോൾ ട്രാൻസാക്ഷൻ ചെയ്തു അല്ലെങ്കിൽ സർജറി ചെയ്തു ഇങ്ങനെ ആകുന്നത് കൊണ്ട് നീ ഇവിടെ വരണ്ട എന്ന് പറഞ്ഞ് ഒറ്റ വാക്കിനാലാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ചോദിക്കാം, അത്രയും വാല്യുബിൾ ആണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ആ ടീച്ചർ പറഞ്ഞതനുസരിച്ചിട്ട് അങ്ങനെ നിന്നത്? പക്ഷേ അത്രയും സ്ട്രഗിൾ ചെയ്യും, കൂടുതൽ മനസ്സിൻ്റെ ഒരിതാണ്. നമ്മൾ ഇങ്ങനെ തന്നെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ജീവിച്ചു പോയി ജീവിച്ചത്. അപ്പം അത്രയും സ്ട്രഗിൾ മനസ്സിൽ കൊണ്ട് നടന്ന് ജീവിക്കുന്നതിനേക്കാളും
എന്തെങ്കിലും ഒരു ചെറിയൊരു മൂല്യമായിട്ട് പിന്നെയും വിചാരിച്ചതെന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും തിരിച്ചു വിളിക്കും, അല്ലെങ്കിൽ അതിലോട്ട് കയറി ചെല്ലാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. കുറേ ആയി വിളിക്കുന്നില്ല, അതിനുശേഷം കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ബ്ലോക്കായി. എപ്പോഴെങ്കിലും ഇനി ടീച്ചറിനെ ഒന്ന് പോയി കാണണമെന്ന് തോന്നിയിട്ടുണ്ടോ? പിന്നെ ഡെയിലി പോയി കാണണം. ഞാൻ പോയിരുന്നു, കണ്ടു, സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ സംസാരിക്കുന്നത് പ്ലീസ് ദൈവത്തെ ഓർത്തിട്ട് പറഞ്ഞതിന് ശേഷമാണ് അത് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള കാര്യം. എനിക്ക് അത്രയും സങ്കടം തോന്നുന്ന എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷത്തിനിടയിൽ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള എൻ്റെ അമ്മ കഴിഞ്ഞ് കഴിഞ്ഞ് അടുത്ത അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരാളാണ്. അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ടീച്ചർ. അത് ഇതിനാൽ എനിക്ക് നഷ്ടപ്പെട്ടതിൽ ഏറ്റവും വലിയ നഷ്ടം തന്നെയാണ്. പിന്നെ എൻ്റെ ഇഷ്ടങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഇഷ്ടങ്ങൾക്ക് എൻ്റെ കാര്യങ്ങൾക്കെല്ലാം കൂടെ നിന്നൊരാളാണ് എൻ്റെ അച്ഛൻ. മരിച്ചിപ്പോൾ ഒരു 14 വർഷത്തോളമായി. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അത്രയും സ്നേഹത്തോടെ എന്നെ നോക്കി വളർത്തുക എല്ലാം ചെയ്യുമായിരുന്നു. സ്വന്തം ഇപ്പോഴും എനിക്ക് വേറെ, അത് മാത്രമല്ല എൻ്റെ ഫാമിലിയിലുള്ളവർ ഇതുവരെയ്ക്കും തന്നെ ഇതിനാൽ കുറ്റം പറഞ്ഞിട്ടില്ല. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടോ അങ്ങനെയൊന്നുമില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയാണെങ്കിലും ചേട്ടനാണെങ്കിലും അനിയനാണെങ്കിലും ഒക്കെ, ചേട്ടത്തിയാണെങ്കിലും പിന്നെ എൻ്റെ അനിയൻ്റെ ഭാര്യയാണെങ്കിലും ഒക്കെ എന്നെ ചേർത്ത് നിർത്തിയിട്ടുമുണ്ട്. പിന്നെ ബാക്കിയുള്ളവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എൻ്റെ ഫാമിലിയിലുള്ള ആരും കേൾക്കുന്നത് വിട്ടു വിചാരിച്ചു. എന്നു വെച്ചാൽ ഞാൻ കുട്ടിക്കാലം മുതൽ എന്തുവാ വേറൊരു ദുശീലത്തിനും ഇല്ലാത്തൊരു കുട്ടിയായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും സ്കൂളിൽ പോകുന്നു, ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്നു, പഠിക്കുന്നു, വരുന്നു, വീട്ടു ജോലി എന്തെങ്കിലും. അമ്മ കുറച്ച് നാളുകൾ ഗൾഫിലായിരുന്നു. അപ്പോൾ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോഴൊന്നും എനിക്ക് എൻ്റെ ചേട്ടനോ എൻ്റെ അനിയനോ ഒന്നും പറയാനുള്ള ഒരു ഇടയിൽ ഞാൻ വച്ചിട്ടില്ല. അങ്ങനെ അതുകൊണ്ട് എനിക്ക് സുഖമായിട്ട് തന്നെയാണ് ഇത്രയും നാൾ വരെ ഇപ്പോഴും എൻ്റെ വീട്ടിൽ തന്നെയാണ് എൻ്റെ ജീവിതം, താമസം, ഉറക്കമൊന്നുമില്ല. പിന്നെ എനിക്കൊരു പ്രൈവസി വേണമെന്ന് വിചാരിച്ചതുകൊണ്ട് ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് ഞാനൊന്ന് മാറി എന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആരെടുത്തുനിന്നാണ് കിട്ടിയത്? എൻ്റെ അമ്മയുടെ അടുത്തുനിന്ന്. എൻ്റെ അമ്മ. പിന്നെ ഒരു പേടി അല്ലെങ്കിൽ ഒരു സങ്കടം വന്ന ഒരു സമയം പറഞ്ഞാൽ എൻ്റെ സർജറി ഡേയിലാണ്. അതിനു മുമ്പ് എൻ്റെ അമ്മയ്ക്ക് ഒരു വിഷയം, ഇതൊരു വിഷയമായിരുന്നു. എൻ്റെ അച്ഛനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം കുട്ടികളായിരുന്നു. എൻ്റെ അനിയനെ സ്വന്തം അനിയനെ ഫ്ലോക്ക് ഇട്ട് കണ്ണെഴുതി പൊട്ടൊക്കെ വെച്ചായിരുന്നു കുറച്ച് നാൾ, കുഞ്ഞുനാളിൽ. അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരാൾ പെൺകുട്ടികളാവും അതിലെന്തെങ്കിലും ഉള്ളിലുണ്ടായിരിക്കും. എങ്കിൽ മാത്രമേ അത് ട്രാൻസാക്ഷനിലാണെങ്കിലും ഒക്കെ പെണ്ണായി മാറണമെങ്കിൽ അങ്ങനെ ഒരു ഉള്ളിലുണ്ടെങ്കിൽ മാത്രം എത്രയൊക്കെ നമ്മൾ എന്തോ കുഴിച്ചു മൂടി എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് അത് പുറത്തു വരും. അത് ശരിയാണ്. അതാണ് അതിൻ്റെ ഒരു ഭാഗമാണ്. കുറേ നാൾ, കുറേ വർഷത്തോളം ഞാനവിടെ ടീച്ചറിൻ്റെ അടുത്ത് പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണെങ്കിൽ ഇത് കുറച്ച് വേണ്ട, ഇങ്ങനെയൊന്നും പറ്റത്തില്ല, നമുക്കിത് വേണ്ട എന്നുള്ള ഇത് ഞാൻ മനസ്സിൽ കണ്ടു വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. സർജറിന് വേണ്ട ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ, ഇനിയിപ്പോൾ എന്തെങ്കിലും ശ്രേണതയുണ്ട് എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും സംസാരിച്ചെന്ന് പറഞ്ഞാൽ അതൊരു എന്താ അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. പിന്നെ എനിക്ക് അത്രയും പറ്റുന്നില്ല, അത് പുറത്ത് കൊണ്ട് വന്നേ പറ്റുള്ളൂ. അതിനാൽ മാത്രം ഞാൻ സർജറി, എൻ്റെ ശരീരത്തിൽ നിന്ന് ആ ഒരു എന്താ സർജറി ചെയ്ത് എൻ്റെ ശരീരം മാറ്റി എന്നുള്ളത്. പിന്നെ ഈ ഹോട്ടൽ മാനേജ്മെന്റിലേക്ക് എങ്ങനെയാണ് എത്തപ്പെട്ടത്? അത് ഞാനൊരു 18-ാമത്തെ വയസ്സ്, 17 വയസ്സ് കഴിഞ്ഞു. +1 കഴിഞ്ഞു, +2 കഴിഞ്ഞു. എന്തോ അടുത്ത ഡിഗ്രി കയറാൻ വേണ്ടിയിട്ടിരുന്ന സമയത്ത് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹോട്ടൽ മാനേജ്മെൻ്റ് ഉണ്ട്, ഞങ്ങൾക്ക് നമുക്ക് പോയി പഠിക്കാം. അങ്ങനെയൊക്കെ ഇരുന്ന സമയത്ത് അങ്ങനെ പോയി അവിടെ ഒരു ക്വസ്റ്റ്യൻ ഇത് തരുന്നു. ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിൽ 10 ക്വസ്റ്റ്യനിൽ 8 ക്വസ്റ്റ്യൻ പാസ്സായി. അപ്പോൾ അവർ ഞങ്ങളടുത്ത് ഒന്നും പറയാതെ അവരൊരു ക്വസ്റ്റ്യൻ പേപ്പർ 10 ക്വസ്റ്റ്യനുള്ള ഒരു പേപ്പർ വന്നിട്ട് പറഞ്ഞ് ഇത് നിങ്ങൾ ഫില്ല് ചെയ്യണം. ഞങ്ങൾ അന്തമായിട്ട് ഇരിക്കുക, എന്ത് ചെയ്യണം, ഇത് ടിക്കറ്റ് കഴിഞ്ഞാലോ എന്താണ് നമുക്കെന്താ കിട്ടുന്നത് ഒന്നും അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു നിങ്ങൾ ഈ എക്സാം പോലെ ഇത് ചെയ്യുന്നു. ഇപ്പം ഞാനൊരു 10 ടിക്കറ്റ് വെച്ചു, അതിൽ 2 ഫെയിലായിപ്പോയി, ബാക്കിയെല്ലാം കറക്റ്റ് ആയിരുന്നു. അങ്ങനെ അവർ പറഞ്ഞു നിങ്ങൾക്ക് 86,000 എന്തോ സ്കോളർഷിപ്പ് ഉണ്ട്, ബാക്കി നിങ്ങളൊരു 1 lakh rupees അടച്ചാൽ മതി,
അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ജോബും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും 1 lakh ഉള്ളൂ നിങ്ങൾക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാനുള്ളത്. അങ്ങനെ അന്ത കിട്ടിയിരിക്കുകയായിരുന്നു. ഇതെന്താ ഒരു പോസ്റ്റ് പേപ്പർ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യും. നന്നായിട്ടെന്ന് പറയും, കുക്ക് ചെയ്യും. കുക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ അമ്മ ഇല്ലാന്ന സമയത്ത് ഗൾഫിലൊക്കെ ആയിരുന്ന സമയത്തൊക്കെ ഒത്തിരി വീട്ടിലെ എല്ലാവർക്കും ഫുഡുണ്ടാക്കുന്നതും ഒക്കെ ഞാൻ തന്നെ. എല്ലാവർക്കും ഇഷ്ടമാണ് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു അങ്കിൾ ഇപ്പോഴും വന്ന് പറയും, ഈ കൊച്ച് പണ്ടേ വെക്കുന്ന ഫുഡൊക്കെ നൊത്തൂരി മീനിങ്ങാണ്ട് ഒരുക്കി വെച്ച്, നൊത്തൂരി എന്ന് പറഞ്ഞൊരു കുഞ്ഞു മീൻ, അത് വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് അത് ഇപ്പോഴും എന്നെ കാണുമ്പോൾ പറയും, ഈ കൊച്ച് അന്ന് വെച്ചിരുന്ന ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കേൾക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് ചില സമയത്തൊക്കെ ദേഷ്യം വരും, ചില സമയത്ത് ചിരി വരും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാം, കുക്കിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന് കയറി പഠിച്ചതാണ്. ഒരു 6 മാസത്തോളം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഇത്രയും പൈസയൊക്കെ അടക്കി ഇല്ലാത്തതുകൊണ്ട് അത് ഫ്ലോപ്പായി പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടി ബിഗ് ബസാറിൽ കയറി. ഒരു 5-6 വർഷം അവിടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് അവിടെ നിന്നിട്ടാണ് ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് NGCയിലൊക്കെ പോയത്, ഒക്കെ പഠിച്ചത്. അവിടെ നിന്നാണ് ഡാൻസിൻ്റെ കുറച്ച് എന്തെങ്കിലുമൊക്കെ പഠിച്ചത്. ഒരു കുഞ്ഞക്കാലം തൊട്ടേ കുട്ടിയായിരുന്ന സമയത്ത് കളിക്കുമെന്നുള്ള കാരണങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് നമ്മളിപ്പോ പെട്ടെന്ന് ഒരു ആൺകുട്ടിയായിരിക്കുന്ന ഒരാള് പെണ്ണായിട്ട് മാറുന്ന സമയത്ത്, ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ ലക്ഷ്മിക്ക്? ദുരനുഭവം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കങ്ങനെ ചീറ്റിംഗ് മെൻറ്റാലിറ്റി ഉള്ള കുറേ പേരുണ്ടായിരുന്നു. വന്ന് സംസാരിക്കും, പിന്നെ അവിടെ പോവാമോ ഇവിടെ പോവാമോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ എനിക്കത് അതിനോട് വലിയ താല്പര്യമുള്ള വ്യക്തിയല്ലായിരുന്നു. അതുകൊണ്ട് എനിക്കതിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും എനിക്കറിയത്തില്ല. എനിക്ക് അങ്ങനെ സംസാരിക്കാൻ, എനിക്കിപ്പോൾ ഇവർ വന്ന് സംസാരിക്കുന്നത് വേറെ രീതിയിലാണോ എന്നുള്ള കാര്യം അത് ഇഗ്നോർ ചെയ്യാത്തത്. എനിക്കങ്ങനെ അതിലോട്ട് ഞാൻ കടിച്ചു നോക്കി പോവാറില്ല, കുഞ്ഞുനാളിലെ തൊട്ടേ ഇല്ല. അതുകൊണ്ട് എനിക്കതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. സാധാരണ വേറെ ആൾക്കാരുടെ ഇന്റർവ്യൂല് ഇങ്ങനെ കാണാറുണ്ട്, നമ്മളെ ഈ ഒരു സമയത്ത് ചിലവർക്ക് ഇപ്പോൾ ലക്ഷ്മിക്ക് വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് അധികം സ്ട്രഗിൾ ഉണ്ട് എന്ന് പറയാനും പറ്റില്ല. ചില ആൾക്കാർ കാണാറുണ്ട്, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, പട്ടിണി കിടന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും കാലഘട്ടത്തിൽ ഫുഡ് കിട്ടാതെയോ അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും വിഷമിച്ചിരുന്നു ഫുഡ് കഴിക്കാതിരുന്ന കാലങ്ങളൊക്കെ കുഞ്ഞുനാളിലാണ്. അല്ലാതെ ഈ ട്രാൻസിഷൻ അല്ലാതെ ട്രാൻസ്ഫോർമേഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിഷമം കാലമൊന്നും ഉണ്ടായിട്ടില്ല. അല്ലാതെ കുട്ടിക്കാലത്ത് ഇത് ഞാൻ പറഞ്ഞില്ല, മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു. അപ്പോൾ ഒത്തിരി അച്ഛന് ജോലിയില്ലാതെ സമയത്തും ഒക്കെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കുട്ടിക്കാലത്ത് പട്ടിണി കിടന്നിട്ടുണ്ട് ഒത്തിരി ദിവസം. അമ്മമ്മ ഹോസ്പിറ്റൽ ഇവിടെ അമ്പലത്തിലൊക്കെ പോയി കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ട്. അല്ലാതെ വലിയ വിഷമത്തിൽ കുട്ടിക്കാലത്തല്ലാതെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു ഇച്ചിരിയൊക്കെ ഏൺസ് വന്നു തുടങ്ങി. അല്ലാതെ പഠിപ്പിക്കും. ഞാൻ 10ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോഴത്തേക്ക് 8ാം ക്ലാസ്സിൽ കുട്ടികൾക്ക് വരെ ഞാൻ ട്യൂഷൻ എടുത്ത് ശീലിച്ച്. അത് ആ സമയത്തൊക്കെ കുറച്ചൊക്കെ ഏണിങ്സ് ചെയ്യുന്നുണ്ട്. വലിയ പ്രോബ്ലം ഇല്ലാതെയാണ് എൻ്റെ കാര്യങ്ങൾ പോയത്. ജീവിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും സെക്സ് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? എനിക്ക് എന്തായാലും ചെയ്തിട്ടില്ല. എനിക്കതിനെ കുറിച്ച് അറിയത്തുമില്ല. ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട്, പേര് ഞാൻ പറയാൻ ഇല്ല, സാധാരണ അവർക്ക് കേൾക്കുമ്പോൾ വിഷമം വേണ്ട, പേര് പറയുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ നമ്മളെ പരിവാർ എന്ന് പറഞ്ഞിട്ട്, അതായത് ഞാൻ സർജറി കഴിയുമ്പോഴത്തേക്ക് പരിവാറിൽ ചേർന്നു. അവർ എന്തോ ഇങ്ങനെ പൂജാ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളുടെ ദേവിയെ വെച്ച് അതിൽ കുറച്ച് മലരും അതിൽ പൂജാ സാധനങ്ങളെല്ലാം വെച്ച് ദേവിയെ പൂജിച്ചൊക്കെയാണ് ഞങ്ങൾക്ക് ഒരു പാല് കൊടുത്ത് സർജറി കഴിഞ്ഞ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു ഗുരുവുണ്ട്, ഞങ്ങൾക്ക് താലി കെട്ടുന്ന ഒരു ഗുരു. അപ്പോൾ ചേച്ചി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കാണ് പറയുന്നത്, ഇങ്ങനെ റോഡിൽ നിൽക്കുന്ന സമയത്ത് ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് നിൽക്കുന്ന സമയത്ത് അറിയില്ല ആരാണെന്ന് അറിയില്ല, ഒരു ബിയർ ബോട്ടിലൊക്കെ കൊണ്ടിട്ട് എരിയുകയും തെറിച്ച് അതിൻ്റെ ചില്ല് വന്ന് മണ്ടയിൽ കൊണ്ട് ചോര പൊരുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒത്തിരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞങ്ങളിപ്പം വണ്ടിയിൽ പോകുമ്പോഴാണെങ്കിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. വേറെ എനിക്കായിട്ട് അങ്ങനെ ഒരു ശീലമില്ല. എനിക്കങ്ങനെ ഞാൻ നിന്നിട്ടുമില്ല. അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ അറിയത്തില്ല. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീസ് ഒരുപാട് സമര പോരാട്ടങ്ങൾ നടത്താറുണ്ട്, നിയമയുദ്ധങ്ങൾ നടത്താറുണ്ട്.
ഒരു പരിധിവരെ ചില സമരങ്ങളൊക്കെ പരിഹാസത്തോടെയാണ് ആൾക്കാർ കാണുന്നത്. എന്താണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയോട് നിങ്ങളുടെ ആശയം, മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ്? അത് നിയമത്തിന്, അതായത് നമുക്ക് സർക്കാരിൻ്റെ അടുത്ത് നമ്മൾ ഈ PSC പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിയമപോരാട്ടങ്ങൾ കുറേ നടത്തുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ, കമ്മ്യൂണിറ്റിക്കകത്ത് ട്രാൻസ് വുമൻസ് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ്, ആ കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ നടത്തുന്ന നിയമ പോരാട്ടങ്ങളിൽ, അതായത് ഈ PSC പോലത്തെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്, അതായത് അതിന് വേണ്ടിയിട്ട് നിയമങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ട്. കുറേ പേരുണ്ട്, ഒത്തിരി പേര് നല്ല പ്രവൃത്തി ചെയ്യുന്നവരുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സമൂഹം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസൊക്കെ പല കാര്യങ്ങൾക്കും കളിയാക്കൽ, അതെന്ത് കാര്യങ്ങൾക്കാണ് അതെ, പല കാര്യങ്ങൾക്കും ഈ സോഷ്യൽ മീഡിയാസിലുള്ള ഒത്തിരി പേര് എന്തെങ്കിലും കാരണങ്ങൾ എടുത്ത് അതിനെ കളിയാക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. ഒക്കെ ചിലവർ അതിനെ എന്തോ പറയുന്നത്, അത് ഇഗ്നോർ ചെയ്യാം, അത് മാറ്റിക്കളയാം, അല്ലെങ്കിൽ അതൊരു തമാശ രൂപേണ എടുക്കാം. അതൊരു തമാശയാണെങ്കിൽ തമാശയായിട്ട് മാത്രമേ എടുക്കാം. പിന്നെ പലരും പല കമ്മ്യൂണിറ്റിക്കകത്തുള്ള കുറേ പേര് ഇങ്ങനെ എന്താ പറയുന്നത്, അവരെ ബസ് തന്നെ ഫേമസ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കുറേ പേരുണ്ട്. അത് അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. എനിക്ക് അവരുടെ അടുത്ത് പോയി പറയാൻ പറ്റില്ല. എൻ്റെ ഒരു ഒപ്പീനിയനാണ്. എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് സമൂഹത്തിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ഉയരത്തിലോട്ട് വരുന്ന കുറേ പേരുണ്ട് ഈ കമ്മ്യൂണിറ്റിക്കകത്ത്. അവരെയൊക്കെ ഇങ്ങനെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതിന് പകരം അവരെ ഒന്ന് ചേർത്ത് നിർത്തി സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതെ, അതാണ് എനിക്ക് പറയാൻ. നേരത്തെ പറഞ്ഞല്ലോ, ഈ ട്രാൻസ്ജെൻഡർ ആവുന്ന സമയത്ത് സാധാരണഗതിയിൽ ചില ആൾക്കാരെങ്കിലും വീട്ടിൽ നിന്ന് ഇറക്കി വിടും, ആരും ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുന്നു. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് പുതിയതായിട്ട് ഒരാൾ ഈ ഒരു നമ്മുടെ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും പ്രോഗ്രാംസ് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടോ, നിലവിലുണ്ടോ ഇപ്പോൾ? കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് സർക്കാർ തന്നെ ചെയ്തിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു പ്രോജക്റ്റുകളുണ്ട്. അതായത് ഒരു സെയിൽ, ടീച്ചർ പോലെയൊക്കെയുള്ള കാര്യങ്ങൾക്ക്, പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ എന്തോ ക്ഷേമകാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുറേ എന്തോ പ്രോജക്റ്റുകളുണ്ട്. അതിൻ്റെ പേരുകളൊന്നും എല്ലാം എനിക്ക് അറിയില്ലാത്തത് കൊണ്ട് ഞാനിവിടെ പറയുന്നുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് പേരുകൾ അറിഞ്ഞുകൊണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കത് മോശമായിട്ട് വരികയും അതിനെക്കുറിച്ച് എനിക്കറിയില്ല, കറക്റ്റ് പേരുകൾ അറിയില്ല. അതുകൊണ്ട് മാത്രം നിങ്ങളുടെ ഇപ്പോൾ PSC എന്താ പറയുക, PSC സാധാരണ സംവരണം വേണമെന്നുണ്ട് ഒരു ആവശ്യമാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ പൊതുവിൽ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് ജോലി സാധ്യത എങ്ങനെയാണ് ഇവിടെ? ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സർക്കാർ തന്നെ, സംസ്ഥാന സർക്കാർ, നമ്മുടെ കേരള സർക്കാർ അത് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ വീട്ടിനുള്ള സ്ഥലം, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ PSC പോലെയുള്ള റിസർവേഷൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 6 മാസത്തിനകം ശരിയാകും എന്നൊക്കെ കേട്ടുകേൾവിയുണ്ട്. അപ്പം ഞാനൊരു അറിയാമായിരിക്കും, ഞാനൊരു നേഴ്സാണ്. അപ്പോൾ PSC കോച്ചിങ്ങിന്, അതായത് ഇപ്പോൾ റിസർവേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്കൊന്ന് കയറാൻ പറ്റും. PSC സ്റ്റാഫായിട്ട് കയറാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു കാസ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കാസ്കിലായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ചെറിയ ഇഷ്യൂസ് കാരണം, എൻ്റെ വേറെ ഫിസിക്കലി ഇഷ്യൂസ് കാരണം ഞാൻ കുറച്ചൊന്ന് ബാക്കപ്പ് ആയതുകൊണ്ട് വയസ്സ്, അല്ലാതെ വേറെ പ്രോബ്ലംസ് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അല്ലാതെ ഇപ്പോൾ ഗവൺമെൻറ് സർവീസിലല്ലാതെ ഇപ്പോൾ നമ്മൾ പൊതുസ്ഥാപനങ്ങളുണ്ടാവാം, പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാം. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അങ്ങനത്തെ ജോലിയിൽ ഇപ്പോൾ പ്രവേശിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ? അല്ലെങ്കിൽ ജോലി നിങ്ങൾക്ക് തരാൻ സാധിക്കില്ല എന്നോ അങ്ങനത്തെ പൊതുവേ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവാറുണ്ടോ? കേട്ടുകേൾവി മാത്രമാണ്. അതായത് എനിക്കറിയില്ല, ഞാൻ നേഴ്സ് ആയതുകൊണ്ട്, ഞാനത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് എനിക്ക് വേറൊരു കാര്യങ്ങൾ അറിയില്ല. അതായത് ഇപ്പം ചില ആൾക്കാർ ഇപ്പോൾ ടെക്സ്റ്റൈൽ ഷോപ്പിൽ തന്നെ പോകുമ്പോഴത്തേക്കും അവിടെ നിന്ന് കേട്ടുകേൾവിയാണ്. ചിലവർ നിർത്തത്തില്ല, ചില ആൾക്കാർ അവരുടെ മനസ്താപം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ കാരുണ്യം കൊണ്ടോ ഒക്കെ കയറി നിൽക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. വീട്ടിൽ ജോലിക്ക് പോകുന്ന ആൾക്കാർ വരെ ഉണ്ട്. ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ട്രാൻസ് വുമൻസ് എന്ന ഇതൊന്നുമില്ല, എല്ലാവരും അത്യാവശ്യം നല്ലൊരു കാഴ്ചപ്പാടിൽ കാണുന്ന ഒത്തിരി പേരുണ്ട്. അവരൊക്കെ ചേർത്ത് നിർത്തുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്.
പിന്നെ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട്, നമ്മളെ അതിന് ഓപ്പോസിറ്റായിട്ട് സംസാരിക്കുന്നത്. ഇപ്പം എന്ത് പറഞ്ഞാലും ട്രാൻസ് വുമൺ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് വേറെ പല കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയുള്ള അടുത്ത് എന്തോ അങ്ങനെ ഇഷ്ടമില്ലാത്ത കുറേ പേരുണ്ടായിരുന്നു. ഒരാളെ ഈ ട്രാൻസ് വുമൺ എന്ന് കേട്ടാൽ തന്നെ നെറ്റി ചുളിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. പിന്നെ ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്, ഞാൻ ഇത് ലക്ഷ്മിയോടല്ല ചോദിക്കുന്നത്, പൊതുവായിട്ടുള്ള ഒരു ചോദ്യമാണ്. സാധാരണഗതിയിൽ നമ്മുടെ ഈ സമൂഹം ഒരു 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 പെർസെൻറ്റേജ് ആൾക്കാർ, ചെറിയ പെർസെൻറ്റേജ് ആൾക്കാർ ഇപ്പോഴും സെക്സ് വർക്കിനൊക്കെ പോവാറുണ്ട്. അപ്പം അത് ഒരു പരിധി വരെ സമൂഹത്തിൻ്റെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണ് ലക്ഷ്മിയുടെ അഭിപ്രായം അതിനെക്കുറിച്ച്? അതിനെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കമ്മ്യൂണിറ്റി തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് സംസാരിക്കാൻ. അതായത് അവരുടെ ഓരോരുത്തരുടെ ചോയ്സാണ്. ഞാനിപ്പം ഇതിന് വേണ്ടിയിട്ട് റോഡിൽ പോയി നിൽക്കുന്നില്ല എന്ന് വിചാരിച്ച് എനിക്ക് അവരുടെ അടുത്ത് പോയി പറയാൻ പറ്റില്ല. അതായത് ബാക്കിയുള്ള സമൂഹത്തിലുള്ളവരെല്ലാ പേരും എന്ത് ജോലി കൊടുത്താലും ചെയ്യാൻ പറ്റാത്തവരല്ലെങ്കിൽ ചെയ്യാത്തവരും ഓരോ ഉണ്ടാവും. അപ്പം ഞാൻ തന്നെ എന്നെ പോലുള്ളവരെ തന്നെ പറയുന്നു എന്ന് വിചാരിക്കരുത്. അങ്ങനെ ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും, അല്ലെങ്കിൽ അത് തന്നെ ഇഷ്ടമുള്ളവരുണ്ടാവും. അവരവരുടേതായ ചോയ്സാണ്. അവർ ഇഷ്ടത്തോടെ ചെയ്യുന്ന ഓരോ പ്രവർത്തനം, എല്ലാ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുള്ളത്. അതുപോലെ തന്നെയാണ് ഇതും എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇപ്പം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഒരു ഇത് ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യരുത്, അത് തെറ്റാണ് എന്നെനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അവരോട് ഇപ്പം എൻ്റെ അമ്മ പറയുകയാണ്, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ പറയുകയാണ്, എൻ്റെ സഹോദരങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് ഇതൊന്നും ശരിയാവില്ല, നീ ഇതൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഞാൻ മാറും. അതുപോലെയാണ് എൻ്റെ ഫ്രണ്ട്സ്. അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ജീവിക്കുന്നത്, അവർക്ക് ഇഷ്ടമുള്ള രീതികളിലാണ് അവർ ഓരോ ഏണിങ്സും അല്ലെങ്കിൽ എന്തെങ്കിലും സമ്പാദിക്കുന്ന എന്തെങ്കിലും ചെയ്യുന്നത്. അവർക്കിപ്പം ജോലിക്ക് പോകാൻ ഇഷ്ടമുള്ളവർ ജോലിക്ക് പോകും. സമൂഹത്തിൽ ഓരോരുത്തരും ഓരോ കാഴ്ചപ്പാടിലാണ് കാണുന്നത്. എല്ലാവരും എന്താ ജോലിക്ക് വിളിച്ച് കയറ്റി കൊടുക്കുന്നവരായിരിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ ജീവിക്കുന്നവരടുത്ത് എനിക്കൊന്നും പോയി പറയാനൊന്നും പറ്റില്ല. എനിക്കെന്നല്ല, ഒരാൾക്കും പറയാൻ പറ്റില്ല. ഈ കമ്മ്യൂണിറ്റിയിൽ സാധാരണ എന്തെങ്കിലും കൾച്ചറൽ പ്രോഗ്രാംസ് നടത്താറുണ്ടോ? നിങ്ങളുടെ എന്തെങ്കിലും കലോത്സവങ്ങൾ പോലെയോ അങ്ങനെ എന്തെങ്കിലും? കലോത്സവം നടത്താറുണ്ട്. അതായത് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് സർക്കാർ തലത്തിലാണ് ചെയ്യുന്നത് അല്ലേ? അത് പറഞ്ഞ കിട്ടുന്ന പേരിലാണ് ഇപ്പം ഒരു 4-5 വർഷം കൊണ്ട് ചെയ്യുന്നത്. ആദ്യം ഇങ്ങോട്ട് ട്രിവാൻഡ്രത്ത് വെച്ച് 2 പ്രാവശ്യം ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കോവിഡൊക്കെ വന്നത്. കോവിഡ് വന്ന് അത് 2 വർഷത്തോളം സ്റ്റോപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും തൃശ്ശൂർ വെച്ച് നടന്നു. തൃശ്ശൂർ ഇപ്പോൾ കോഴിക്കോട് വെച്ച് നടന്നു. അപ്പോൾ അങ്ങനെ ഇത് സർക്കാർ തലത്തിൽ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സർക്കാർ തലത്തിൽ നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് ഉണ്ട് എന്നാണ്? സപ്പോർട്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല. ഇപ്പം സർക്കാർ തലത്തിൽ ഒരാൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല. എനിക്ക് സർക്കാർ തലമല്ലേ, എല്ലാവരും ചെയ്യുന്നതാണ്, എല്ലാവരും അംഗീകരിച്ചാലേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അംഗീകരിച്ച് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഇപ്പം എടുത്തു പറയാൻ പറ്റുന്ന ഒത്തിരി പേര് നമ്മളെ സഹായിക്കുന്ന മന്ത്രിതലത്തിലുള്ള ആൾക്കാർ വരെ ഉണ്ട്. പേരെടുത്ത് ഞാൻ ആരെയും പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സമൂഹത്തിനോട് എനിക്ക് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പം ഒരു ശ്രേണത കാണിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫിസിക്കലി പ്രോബ്ലം അല്ലെങ്കിൽ മെൻ്റലി പ്രോബ്ലം ഉള്ളവരെ ഒന്ന് ചേർത്ത് നിർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരും ഈക്വലാണ്. ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ അവസാനം വരെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനുഷ്യജന്മങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരെയും പായിപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കും അവരെത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത് നിന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയതിന് ശേഷം അവരെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കും. ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ അവരുടെ മാതാപിതാക്കളെ പക്ഷേ ഇതിനെതിരായിരിക്കും, അവർ പറയില്ല. അപ്പം അങ്ങനെയുള്ള മാതാപിതാക്കളോട് എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യം കൗൺസിൽ ചെയ്ത് നോക്കുക. ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഉള്ളിലുണ്ടെങ്കിൽ ആ കുട്ടിയെ ഒരിക്കലും പുറന്തള്ളാതെ മാറോട് ചേർത്താണ് ഇത് തന്നെ ചെയ്യും. എന്തെന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന മനുഷ്യരായിരിക്കില്ല, പകൽ കാണുന്നവരായിരിക്കണമെന്നില്ല, രാത്രി കാണുന്നത്. അവർ എന്താ പറയുക, പല രീതിയിലും ചൂഷണം ചെയ്യും. ഇപ്പോൾ ഒരേ ഫോക്കസിൽ മാത്രം നോക്കാതെ പല കാരണങ്ങളാലും ചൂഷണം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും.